അങ്ങനെ നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. ഇതിലെന്താണ് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിലാണ് ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പടം 1993 ഇറങ്ങിയ പടമാണ്. അന്നൊന്നും നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് വീണ്ടും റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ പോയത് എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ വേണ്ടി മാത്രം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഷോ ഉണ്ട്. ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോവുകയാണ്. നമ്മുടെ ഇവിടെ ഫസ്റ്റ് ഷോ 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഷോ സിനിമ മണിച്ചിത്രത്താഴ് കാണാൻ വേണ്ടി പോവുകയാണ്. എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പാട്ടൊക്കെ ഇപ്പോഴും നമുക്ക് ഭയങ്കര ഇതാണ്. പാട്ടല്ല, ആ ഒരു മൂവി കംപ്ലീറ്റ്ലി. അപ്പോൾ അതിൻ്റെ ആ ഒരു തിയേറ്ററിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, തിയേറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. തീർച്ചയായിട്ടും ഞാനത് കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. പടമൊക്കെ നമുക്ക് കാണാപ്പാടാണ്. മുക്കിന് മൂലയ്ക്ക് ഏത് സീൻ ചോദിച്ചാലും നമുക്ക് കാണാപ്പാടാണ് എല്ലാം. പക്ഷേ ഇത് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ ആയിരിക്കും. പല പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഒരു പടത്തിൻ്റെ ഒരു ഹൊററും അതിൻ്റെ ആ ഒരു ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴും മാറാതെയാണ്. അതുകൊണ്ട് ഈ ഒരു പടം അത് തിയേറ്ററിലിരുന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഒന്ന് അറിയണം കഴിച്ചാൽ. ആ ഒരു ബീജൊക്കെ ടടടാ ശോഭനയൊക്കെ ചെയ്തു വെച്ചേക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചത്തിൽ അഭിനയിച്ച് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ സ്ക്രീനിൽ നിന്ന് ഞാൻ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മക്കളെ എൻ്റെ കൂടെ ശ്രീഹരിയുണ്ട്. അപ്പോൾ അവൻ ഈ പടം അങ്ങനെ കുത്തിയിട്ട് ടി വിയിലൊക്കെ കാണുമ്പോൾ അതിനകത്തൊന്നും വലിയൊരു പേടിപ്പിടുത്തൊന്നുമില്ല. പക്ഷെ തിയേറ്ററിൽ കാണുമ്പോൾ വേറെ ലെവലാണ്. കാരണം അതിന് മുമ്പ് ഞങ്ങൾ ദേവദൂത സിനിമ കാണാൻ പോയത് കേട്ടോ. ദേവദൂതൻ അതിന് പാട്ടൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. എന്തോരോ മഹാനും ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് തിയേറ്ററിൽ പോയി എൻ്റെ പൊന്നു മക്കളെ കാണണം. പുതിയ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോയി കാണാതിരിക്കുന്നത്. എന്തായാലും ഒന്ന് കാണണം. എന്തായാലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ തിയേറ്ററിൽ പോകാൻ പോവാണ് ഗൈസ്. അങ്ങനെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. പേടിയുണ്ടോ? പ്രയാസത്തിന്റെ പടം ഇല്ലെന്ന് സ്വീകരിക്ക്, പേടിയില്ലെന്ന് പറഞ്ഞു കേട്ടോ. ബാക്കി കാണാം. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകും. അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ? ഇവിടെ എന്താ വല്ല കല്യാണം മറ്റും നടക്കാൻ പോവാണോ? ഇത്രയ്ക്ക് അങ്ങോട്ട് വിസ്തരിക്കാൻ? ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായിട്ട് 4 വലി വലിച്ചേക്ക. പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അതിന് നീ ഈ കുമ്മായവും പോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി? ഈ നാട്ടില് വെള്ളപൂശുകാര് വേറെ ഇല്ലാഞ്ഞിട്ടല്ല. മാടമ്പള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ ഇപ്പൊ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങുന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ. ഇനി എനിക്ക് നിന്നോട് 4 വർത്താനം പറയാനുണ്ട്. എന്റെ നാക്കെ ഇറങ്ങിപ്പോയെന്ന് നിന്റെ വിചാരം അല്ല? അപ്പൊ ഏതൊക്കെയൊക്കെ മാറിയ? മാറി. ആരും ഇതുവരെയൊന്നും വരാറേ ഇല്ല. ആണോ? വാ നോക്കാം. ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും.
എന്നെ മനസ്സിലായി. എനിക്കത് കാണായിരുന്നു. എന്നോട് എന്തൊരു വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് എന്റെ മുണ്ടി കൊണ്ട് തരാൻ. ശരി, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു പടം അങ്ങനെ ഉണ്ടായിരുന്നു. കഴിഞ്ഞില്ല കേസ്, ഇന്റർവെല്ലാണ്. ഇതിന് പേടിച്ചിട്ട് ഇരുട്ടായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഗൈസ് അങ്ങനെ തിയേറ്ററിൽ പോയി നമ്മൾ മണിച്ചിത്രത്താഴ് കണ്ട് ഗൈസ് ഒന്നും പറയാനില്ല കേട്ടോ. തിയേറ്ററിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു സൗണ്ട് എഫക്റ്റിൽ നമ്മൾ ആ മൂവി കാണുമ്പോൾ ഉണ്ടല്ലോ, വേറെ ആരില്ല. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ആദ്യം ആ പടം എങ്ങനെ കാണുന്നുണ്ടോ അതേ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു ടൈംലെസ് ക്ലാസിക് മൂവിയാണ് നമ്മുടെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത്. അതെന്തോ ഒന്നുണ്ട് ആ മൂവിയിൽ, നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്നുണ്ടെന്ന് പറയുന്നത് സത്യമാണ്. ശരിക്കും നമ്മൾ ഈ 31 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് റിലീസ് ചെയ്ത പടമാണ്. പക്ഷെ നമുക്ക് ഈ 31 വർഷങ്ങൾക്കിടയിൽ ഒരു 10-250 വട്ടമെങ്കിലും ആ പടം എല്ലാവരും കണ്ടു കാണും. എപ്പോൾ ടി വിയിൽ വന്നാലും നമ്മളത് കാണുന്ന ഒരു പടമാണ്. അതാണ് നമ്മളെ ആ ഒരു പടം വീണ്ടും വീണ്ടും പിടിച്ചിരുത്തുക എന്ന് പറയുന്നത്. അതൊരു ഡയറക്ടറുടെ മികവാണ്. അത് സംഭവം എന്താണെന്നറിയില്ല, അത്രയ്ക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആ 4K ആ ഒരു സൗണ്ട് എഫക്റ്റിൽ നമ്മൾ നാഗവല്ലിയുടെയൊക്കെ ഷോട്ടൊക്കെ കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ശോഭനയുടെയൊക്കെ ഒരു സൗന്ദര്യമൊക്കെ എന്താണോ ലാലേട്ടനൊക്കെ ചെയ്തു വെച്ചേക്കുന്നുണ്ടല്ലോ. കുറേ ഇപ്പോഴാ ആ സിനിമയുടെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ കുറേ ആൾക്കാർ, മരിച്ചുപോയ ആൾക്കാർക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഓർമ്മപ്പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണിക്കും. മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഒരുപാട് പേര്, ആ സിനിമയിൽ അഭിനയിച്ച കുറേയധികം പേര് മരിച്ചു പോയിട്ടുണ്ട്. നെടുമുടി വേണു, ഇന്നസെൻറ്റ്, പിന്നെ പപ്പു, KP ലളിത, തിലകൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഇതൊന്നും മരിച്ചു പോയെന്ന് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരൊക്കെ ചെയ്തു വെച്ചേക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ഇനി എത്ര ഏതൊക്കെ പടങ്ങൾ വന്നാലും മണിച്ചിത്രത്താഴ് തൊടാൻ ഒരൊന്നും ആവത്തില്ല. ഇത്രയ്ക്ക് ടൈംലെസ് ക്ലാസിക് മൂവിയാണ്. ഇപ്പോഴും കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ ഒരു കാണുമ്പോൾ ഉള്ള തിയേറ്ററിൽ പോയി അതൊരു അനുഭവിച്ചെന്ന് അറിയണം കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് വട്ടം ടി വിയിൽ കണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ ഒന്നും വേറെ എങ്ങും വരത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു സിനിമയൊക്കെ ഒരു വേറെ ലെവലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ആർക്കെങ്കിലും എന്താണ് പറയുക, അപ്പോൾ ആരെങ്കിലും പോയി കാണാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പോയി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ദേവദൂതനൊക്കെ ഞാൻ കണ്ടതാണ് തിയേറ്ററിൽ പോയി. അതിൻ്റെ ഒരു എഫക്റ്റൊക്കെ വേറെ ലെവലായിരുന്നു. അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് പോയി കണ്ട ഒരു പടമായിരുന്നു. പക്ഷെ ഇത് ഞാൻ കാത്തിരുന്നതായിരുന്നു. ഫസ്റ്റ് ഡേ 3 മണിക്കായിരുന്നു നമ്മുടെ ആദ്യത്തെ ഷൂ. അതിന് തന്നെ പോയി കാത്തിരുന്നതാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. ഇതെന്താ പറയുക, ഇപ്പോഴും അതിനകത്ത് പാട്ടുകളാണെങ്കിലും സീനാണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാം വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വേറെ ലെവലാണ്, പറഞ്ഞറിയിക്കുന്നൊന്നുമില്ല. എന്തായാലും നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു ടൈംലെസ് ക്ലാസിക് മൂവിയാണ്. പല ലാംഗ്വേജിൽ റീമേക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും മലയാളത്തിൻ്റെ വെല്ലാൻ ഒന്നിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ പടം പോയി ഒന്ന് കാണുക ഗൈസ്. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പൊളിയായിരിക്കും.